ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഹരേ ഗുരുവായൂരപ്പ
ശരണം മുല്ലോർലിത്തേവരേ ശരണം ലോകിദേവരേ ശരണം സർവേശ്വരമംഗലത്തപ്പ ശരണം സർവേശ്വരമംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം കുളത്തമ്മേ ശരണം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ആഞ്ജനേയ സ്വാമിക്ക് ജയ് 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 ശ്രീ രാധേശ്യാം. രാധേശ്യാം എന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ സദസ്സിലിരിക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം മനസ്സിനൊരാശ്വാസമാണ്. ഇന്ന് നമുക്ക് 22ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇത്രയും ദിവസം യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. ഇന്നലെ മുതൽ നമ്മൾ യുദ്ധഭാഗങ്ങളാണ്, യുദ്ധകാന്ഡം ആരംഭിച്ചു. അങ്ങനെ കുംഭകർണനും രാവണനും തമ്മിലുള്ള സംഭാഷണമൊക്കെയാണ് നമ്മൾ വായിച്ച് സമർപ്പിച്ചത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ളത് ഒരേ പുസ്തകമാണ്. അപ്പോൾ ഏത് പേജാണ് എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ, വരാത്തവർ കുറച്ച് പേരിന്ന് വന്നവരുണ്ട്, അവർക്ക് ഏത് പേജാണ് ഒന്ന് ഓർക്ക എത്രാമത്തെയാ? 347 പേജ്. അപ്പോൾ വരാത്തവരൊക്കെ 347 പേജ്. രാവണ വിഭീഷണ സംഭാഷണം വരെയാണ് എത്തി നിൽക്കുന്നത്. അപ്പം അതുമുതൽ നമുക്കെല്ലാവർക്കും പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. മനസ്സാകുന്ന പുഷ്പം നമ്മളിതാ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന ഈ സമയത്തെങ്കിലും മനസ്സ് ചഞ്ചല്യം ഇല്ലാണ്ട് അവിടേക്കും ഇവിടേക്കും ഓടിപ്പാഞ്ഞ് നടക്കാണ്ട് ചപലതയായിട്ടൊരു കുരങ്ങനെ പോലെ പറയും മനസ്സിനെ. അപ്പോൾ കണ്ടത് മുഴുവനും ചാടി കയറി നടക്കുന്ന കുരങ്ങനെ പോലെ. അപ്പം അങ്ങനെ അല്ലാണ്ട് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിറയെ പഴങ്ങളുണ്ടെങ്കിൽ അത് തിന്ന് ആസ്വദിക്കില്ലേ, അതുപോലെ ഇവിടെ ആ രാമമധുരം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ അവിടുത്തെ പാദാരവിന്ദത്തിൽ ഈ മനസ്സിനെ ചേർത്ത് വയ്ക്കണേ. പഞ്ചേന്ദ്രിയങ്ങളാണ് ഞങ്ങൾക്ക് അതുപോലെ നമ്മളെ പല വഴിക്ക് നയിക്കണത് മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ചേർത്ത് വയ്ക്കാൻ ഞങ്ങളിതാ വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് വേണ്ടതുപോലെ കുട്ടികളോട് സാധനങ്ങളുണ്ടല്ലോ, കുട്ടികളുടെ അതിൽ കളിപ്പാട്ടം ഉണ്ട്, നല്ല ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടാണ്. തരുമോ എന്ന് പറഞ്ഞ് കൈ നീട്ടി കയ്യിലിങ്ങനെ വച്ച് തരും. അത് കഴിഞ്ഞങ്ങനെ പിടിച്ച് വലിക്കും. ആ കുട്ടികളുടെ ചപലതയാണ് നമുക്കെല്ലാവർക്കും. ഭഗവാന് സമർപ്പിക്കുന്നുണ്ട്, അപ്പം തന്നെ അങ്ങനെ പിടിച്ച് വലിച്ചിട്ട് അതിനെക്കൊണ്ട് ഓരോരോ ദിക്കിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് അത് ഒരു കത്തിയാണ്, ഇങ്ങനെ വച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ച് വലിക്കണമെന്ന് വെച്ചാൽ അമ്മ എങ്ങനെയെങ്കിലും നിർബന്ധമായിട്ട് ആ കത്തി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വയ്ക്കുമല്ലേ. അതുപോലെ ഇതും ഒരു അപകടമുള്ള സാധനമാണ്, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുക. അപ്പോൾ ഭഗവാൻ നമ്മളുടെ ആ മാതൃഭാവത്തിൽ തന്നെയാണ് ഭഗവാൻ. അപ്പോൾ അതുപോലെ ഈ ഒരു ഇവിടെ ഇരിക്കുന്ന സമയത്തെങ്കിലും നമുക്കത് വേണ്ടതുപോലെ ആവാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ സമയം വൈകാനായിട്ട് കാരണം ഉണ്ടായത് അതും കൂടി ഇവിടെ ഒന്ന് അനുസ്മരിക്കണം. നമ്മളുടെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് വന്ന് നാമം ജപിക്കാനൊക്കെ വരാറുണ്ട്. വല്ലപ്പാടിലുള്ള വിജേഷ് എന്ന് പറഞ്ഞിട്ടൊരു മോന്. അപ്പോൾ അവന് ബഹ്റിനിലാണ്. വരുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ വരാനും നാമം ജപിക്കാനും സത്സംഗത്തിൽ പങ്കെടുക്കാറൊക്കെ ഉണ്ട്. വിജേഷിൻ്റെ അച്ഛൻ ഇന്നലെ പെട്ടെന്ന് അത്ര വലിയ വയ്യായകൾ കുറേശ്ശെ ഉണ്ടായിരുന്നു വെച്ചാലും ഇന്നലെ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇന്നലെ രാത്രി ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ള വാർത്തയാണ് ഇന്നലെ അറിഞ്ഞത്. അപ്പോൾ അവിടെ ഒന്ന് പോകേണ്ടതായിട്ട് വന്നതുകൊണ്ടാണ് ഇന്ന് നേരം വൈകിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിജേഷ് പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമുണ്ട് അമ്മ, രാമായണം വായിക്കണം ഇവിടെ ഇരുന്നിട്ട് എന്നുള്ളത് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ അതിന് ഇന്ന് സമയം ഇതാവാത്തതുകൊണ്ട് നമ്മുടെ ചേച്ചിയോട് ചോദിച്ചു, ഉഷച്ചേച്ചിയോട്. ചേച്ചിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചേച്ചി അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു നിയോഗമാണ്, ഒരു ജീവന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റാവുന്ന ആ അന്തിമ സമർപ്പണം പോലെ അത് ചെയ്യാൻ പറ്റുക വെച്ചാൽ പുണ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചേച്ചി പോവാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടേക്ക് വാഹനം അയച്ചോളൂ, ചേച്ചി വരും എന്ന് ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇവിടെ സമർപ്പിക്കുന്ന ഈ രാമായണ സമർപ്പണവും ആ ജീവന് സദ്ഗതിക്കായിക്കൊണ്ട് ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇവിടെ സമർപ്പിക്കുന്നത് ലോക നന്മയ്ക്കായിട്ട് എന്നാണ്. അപ്പോൾ അത് ഓരോരുത്തരിലും എങ്ങനെയാണോ വേണ്ടതുപോലെ അവർക്ക് എത്തിച്ചേരട്ടെ എന്നുള്ള ഭാവത്തിലാണ് സമർപ്പിക്കണേ. അപ്പോൾ ആ ഒരു ജീവൻ്റെ സദ്ഗതിക്ക് ആവട്ടെ. ശരിക്കും ഈ സത്സംഗങ്ങളും ഇങ്ങനെയുള്ള കൂട്ടുകളൊക്കെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രയോജനം. നമ്മൾ വേറെ ലൗകികമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോൾ അതിൻ്റെ ഒരു ദുഃഖം നമുക്ക് സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇരുന്ന് ആരെങ്കിലും നാമം ജപിക്കുക അല്ലെങ്കിൽ രാമായണം വായിക്കുമ്പോൾ നമുക്ക് തോന്നും അതിന് ശല്യം ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ, അപ്പം ദുഃഖത്തിനെ അടക്കാനായിട്ട് അതൊരു നിയോഗമായിട്ട് തീരും. അപ്പം നമുക്കൊരു ആത്മബലം അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സ് ശാന്താവണ പോലെയാണ്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാരണവന്മാർ പറഞ്ഞു വെച്ചത് ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ജീവനും ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോഴും അതെ, അല്ലാണ്ട് എന്താ അങ്ങനെയുള്ളത് ആ ജീവൻ ഈശ്വരനോട് കൂടി ചേരാനുള്ള ഒരു യാത്രയപ്പാണ് അതുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും എത്തിച്ചേരേണ്ടതാണ് ആ ഒരു ഘട്ടത്തിലേക്ക്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരേണ്ടതാണുള്ള ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഈ ശരീരത്തിനെ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ ഇവിടെ ആർക്കും പറ്റിയിട്ടില്ല. അങ്ങനെ മരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ എളുപ്പവഴി മാത്രമേ ഉള്ളൂ. എന്താ? ഒരു എളുപ്പവഴി ഉണ്ട് മരിക്കാണ്ടിരിക്കാൻ. അതാണെങ്കിൽ ആരും മരിക്കില്ല. അതെന്താണെന്നറിയോ? ജനിക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ ജനന മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ? നാമം ജപിക്കലും സത്സംഗങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് അനുഭവിച്ച കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു കഥയാണ്, കാര്യമായിട്ടുള്ളതൊന്നുമല്ല, എന്നാലും ആ കഥയിൽ ഒരു ഭാഗം എന്നെ കാണാനിടയായി. അതെന്താണെന്ന് വെച്ചാൽ ഭഗവതിയുടെ അടുത്ത് ഈശ്വരഭക്തിയോട് കൂടിയിട്ടൊക്കെ കഴിഞ്ഞു കൂടിയിട്ട് അധികം തമിഴ്നാട്ടിലുള്ള തമിഴാണ് കേട്ടോ, അതും പറയാം. തമിഴ്നാട്ടിലാണ് കുറച്ച് ഭക്തി കൂടുതലായിട്ടുള്ള കഥകൾ ഉണ്ടാവുക. അപ്പോൾ അത്രയും ഭക്തിയായിട്ട് പതിവ്രതയായിട്ടുള്ളൊരു പത്നിയുടെ ഭർത്താവിനെ, അത് മുഴുവനും എനിക്കറിയില്ല, പക്ഷേ ആ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ കണ്ടത്. ആ ഭർത്താവിനെന്തോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ സ്ത്രീയുടെ പാതിവൃത്യം കൊണ്ട് ആ സ്ത്രീ എന്ത് ശപിച്ചു എന്നറിയോ? ഈ ഭൂമിയുടെ ഉള്ളിലേക്ക് ആ വിഗ്രഹത്തോട് കൂടിയിട്ട് ആ ദേവി ഭൂമിയുടെ ആ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ എന്ന് ശപിച്ചപ്പോൾ ആ ദേവി അങ്ങോട്ട് മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ ആ ദേവിയെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ വിളിച്ചാൽ മാത്രമേ ആ ദേവി വരുള്ളൂ. അവൾ വിളിക്കില്ല എന്ന് പറഞ്ഞു. എന്നോട് ഇത്ര വലിയൊരു തെറ്റ് ചെയ്തില്ല, ഇനി ആ ദേവി ഇവിടെ വേണ്ട, ദേവിയെ ഞാൻ വിളിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ ദേവി തന്നെ ഒരു വൃദ്ധയുടെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇപ്പം ചെയ്ത ഈ തെറ്റിന് നീ ഇത്ര വലിയൊരു ദണ്ഡന ദേവിക്ക് കൊടുത്തു. ദേവി ഈ സർവപ്രപഞ്ചത്തിൻ്റെ ആധാരബോധയാണ്. ആ ദേവി വിചാരിച്ചാൽ നിൻ്റെ ശാപമൊന്നും ദേവി ഏൽക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ദേവി ഭൂമിയുടെ അടിയിൽ പോയതെന്ന് വെച്ചാൽ നിന്നോടുള്ള സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, നിൻ്റെ ദുഃഖത്തിൽ ദേവിയും പങ്കുചേർന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നീ വിളിച്ചവരുള്ളൂ എന്ന് പറഞ്ഞത്. നീ ചെയ്ത പാപം എന്താണെന്നറിയോ? നീ കഴിഞ്ഞ ജന്മത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് 8 മക്കളുടെ അമ്മയായിരുന്നു. അപ്പോൾ ഭർത്താവുമായിട്ട് കലഹിച്ചിട്ട്, ഭർത്താവ് അവളോട് കലഹിച്ച് എവിടെയോ പോയപ്പോൾ പട്ടിണിയും ബുദ്ധിമുട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈ 8 മക്കൾക്കും വിഷം കൊടുത്ത് കൊന്നിട്ട് ഈ സ്ത്രീയും വിഷം കഴിച്ച് മരിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ അധികാരം? നിനക്ക് എന്തധികാരമാണ് ആ കുഞ്ഞുങ്ങളെ വധിക്കാനുള്ളത്? അതിനെ ഇതായി സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ അതിൻ്റെ സ്ഥിതിയും സംഹാരമൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. നീയില്ലെങ്കിൽ ഇവർ വേണ്ടതുപോലെ ആവില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നീ ചെയ്തത്. അപ്പം നീ മരിച്ചു പോയാൽ എൻ്റെ മക്കൾക്ക് ആരും ഇല്ലാണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നീ ഈ ഒരു അപരാധം ചെയ്തത്. ഇത്ര വലിയൊരു അപരാധം ചെയ്ത നിന്നോട് ഇത്രയും കാരുണ്യം ആ ദേവിക്ക് ഉണ്ടെങ്കിൽ നീയെ അതിന് ദേവി ചെയ്ത ആ ഒരു തെറ്റ് ചെയ്തു നിൻ്റെ ഭർത്താവ്, അതിനുള്ള ശിക്ഷയാണ് ആ ഭർത്താവിന് കൊടുത്തത്. അതിന് നീ ഇത്ര വലിയ ദണ്ഡന കൊടുത്തില്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും
ഇതൊക്കെ ഈ കഥകൾ ചിലപ്പോൾ കെട്ടിച്ചമച്ച കഥകളാവുമായിരിക്കും. എന്നാലും ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളോ വിഷമങ്ങളോ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ആ ഭഗവാന്റെ നേർക്കാണ് നമ്മൾ തിരിയുക. അപ്പോൾ പക്ഷെ അപ്പോഴും കാരുണ്യം, ഭഗവാൻ വേറൊരു രൂപത്തിൽ വന്നത് ആ സത്യം ബോധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആ കാരുണ്യം. അപ്പോൾ അത് മറ്റുള്ളവരുടെ നേർക്ക് തിരിയാണ്ട് ഭഗവാന്റെ നേർക്ക് തിരിയണതും നല്ലത് തന്നെയാണ്. എങ്കിലും ആലോചിച്ച് നോക്കൂ, മുല്ലോറിൽ തേവരുടെ അടുത്ത് വന്ന് വഴക്ക് കഴിഞ്ഞ് തേവർക്ക് അങ്ങനെ വഴക്കിട്ടിട്ടുള്ള ആളെ എനിക്കറിയാം. ഇവിടെ വന്ന് ഞാൻ എല്ലാ മാസവും പാൽപ്പായസം കഴിപ്പിക്കും, എല്ലാ മാസവും വഴിപാട് കഴിപ്പിക്കും, എല്ലാം ഞാൻ ചെയ്യും. എന്നിട്ടും എനിക്കിങ്ങനെയല്ലേ വന്നത്. ഇനി ഞാൻ എൻ്റെ കാര്യം നേരെയാവണവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഭഗവാൻ ഇനി ഇതൊന്നും ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞ ഒരാൾ, അത് കാരണം ഇനിയിപ്പോൾ വരില്ല എന്ന് പറഞ്ഞ ഒരാളെ എനിക്കറിയാം. പക്ഷേ അങ്ങനെ പറഞ്ഞ് പോയിട്ട് ജീവിതത്തിൽ പ്രാരാബ്ധം കൂടുകയാണോ കുറയുകയാണോ ചെയ്തതെന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ ഉത്തരമില്ല. ഇതുവരെയൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ഭഗവാനിൽ നിന്ന് നീങ്ങി നിന്നുകൊണ്ടല്ല അയാൾക്ക് ആ ദുഃഖം വരണം. അയാൾക്ക് ദുഃഖങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ അതിനൊരു സമാധാനം ഉണ്ടായിരുന്നു. ഈശ്വരനെ നീക്കി നിർത്തിയപ്പോൾ അവനോപ്പോൾ രണ്ടാൾ കൂടി ചെയ്യണൊരു ജോലി ഒരാളെ മാറ്റി നിന്ന് നീ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവനവൻ തന്നെ അത് ഏറ്റെടുക്കണം. അപ്പോൾ അത്രയും പ്രാരാബ്ധം അനുഭവിക്കണം എന്നുള്ള പോലെ ഒന്നിൽ നിന്ന് ഒന്നായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുകയാണ്. ഒരു പക്ഷേ എന്താണെന്നറിയോ, ഈ അവസാനമായിട്ട് ഉള്ളൊരു ഘട്ടത്തിലാവും. ഇപ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ 40 പ്രാവശ്യം വെട്ടി, 40 പ്രാവശ്യം വെട്ടിയിട്ട് ഈ മരം ഇത് വെട്ടണ്ടെന്ന് പറഞ്ഞ് പോയി ചിലപ്പോൾ ഇനി ഒരു വെട്ടും കൂടി വെട്ടി അത് മുറിഞ്ഞ് വീഴും. അത്രയായി ഉണ്ടാവും. അത്രയായിരിക്കുന്ന സമയത്താണ് നമ്മളത് വേണ്ടാന്ന് വെച്ച് പോകണം. അതുപോലെ നമ്മൾ ഈശ്വരനെ ആശ്രയിച്ച് നാമം ജപിച്ച് ഒരു ഇതാകുമ്പോൾ ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തില്ല, അങ്ങനെയല്ല. നിരന്തരം വേണം നമുക്ക്. പറഞ്ഞല്ലോ, ധാര പോലെ, ശിവന് ധാര പോലെയാണ് നമ്മുടെ ധാര പോലെ വേണം നമ്മുടെ ജപവും. നമ്മുടെ അല്ലാണ്ട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോഴല്ല വേണ്ടേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സമയം ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഈശ്വരോപാസന ചെയ്ത് ഒരുവിധം നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളൊക്കെ ഒന്ന് നീങ്ങി തുടങ്ങണ ആ ഒരു ഘട്ടെത്തുമ്പോൾ നമ്മൾ അതിനങ്ങോട്ട് ഉപേക്ഷിച്ച് പിന്നെ വേറെ എന്തിനെങ്കിലും പിന്നാലെ പോയാൽ വീണ്ടും എന്ത് ചെയ്യും അല്ലേ. ആ അടിച്ചു വാരി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇനി വന്നിട്ടാവാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്തുണ്ടാവും, കാറ്റത്ത് അതൊക്കെ പറന്ന് പണ്ടത്തേക്കാളും കൂടുതലായിട്ട് പിന്നെ അപ്പം കാറ്റത്ത് വീണതൊക്കെ കൂടിയിട്ട് ആദ്യം ഉണ്ടാവും. പിന്നെ ആദ്യം തൊട്ടിട്ട് ഈ പണിയൊക്കെ ചെയ്യണം. അതപ്പം തന്നെ അങ്ങോട്ട് വാരി അങ്ങോട്ട് പുറത്തേക്ക് കളഞ്ഞു എന്ന് വിചാരിച്ചാൽ വൃത്തിയായേനെ. അത് നമ്മളതിന് ക്ഷമയില്ല നമുക്ക്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങൾ നീങ്ങണമെങ്കിൽ നാമം ജപിക്കണം, സത്സംഗത്തിൽ വന്നിരിക്കൂ, നാമം ജപിക്കൂ എന്ന് പറയണത് ഈ ഒരു വ്യക്തിയല്ല അവിടെ നിന്ന് പറയണ. വ്യക്തിയുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യമാണ് പറയണത്, ഭഗവാന്റെ സ്നേഹമാണ് പറയണത്. ഭഗവാൻ നമ്മളോട് ഇത്രയും അപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ്റെ കാരുണ്യം നമുക്ക് ആ ഈശ്വരൻ്റെ ആ ബ്രഹ്മമായിട്ടിരുന്നാൽ ആ ഭഗവാനെ അറിയില്ല നമുക്ക് എന്നുള്ളൊരവസ്ഥയിൽ ആ ഭഗവാൻ തന്നെ ആ കാരുണ്യം കൊണ്ട് ആ ബ്രഹ്മഭാവത്തിൽ നിന്ന് പല രൂപഭാവങ്ങളിൽ നമ്മുടെ അടുത്തേക്ക് എത്തണം. അതിൽ ഏത് വിധത്തിൽ വേണമെങ്കിലും താണിട്ട് ആവാൻ, നമ്മളെ ഉദ്ധരിക്കാൻ എങ്ങനെ വേണമെങ്കിലും താഴാണ്ട് ആ ഭഗവാൻ ഏത് രൂപം ധരിക്കാനും ഇല്ല അല്ലേ. അത് കാരണം കൊണ്ടാണ് എല്ലാം മത്സ്യം, കൂർമ്മം, വരാഹം, ആ വരാഹാവതാരം എന്നൊക്കെ പറഞ്ഞാൽ കാട്ടുപന്നി, അങ്ങനെയാണ് എല്ലാവരും കളിയാക്കണം. അങ്ങനെ കളിയാക്കിയാലും വേണ്ടില്ല, ആ വരാഹം കൊണ്ട് ഉദ്ധരിച്ച് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ അങ്ങനെ നമ്മളെ ഉയർത്തണമെങ്കിൽ നമ്മളെക്കാളും താഴെ വന്ന് നിന്ന് നമ്മളെ പൊന്തിക്കണം അല്ലേ. അങ്ങനെയല്ലാണ്ട് ഇങ്ങനെ താഴെ ഒരു കുഴിയിൽ വീണ് കിടക്കണ ഒരാളെ കുഴിയിലേക്ക് ഇറങ്ങി ചെന്ന് അവനെ എടുത്ത് തോളത്ത് വയ്ക്കുമ്പോൾ അവൻ്റെ അടിയിലായിരിക്കണം ഈ പൊന്തിക്കണ ആൾ. അതുപോലെ ഭഗവാൻ താണ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ ഭഗവാൻ താഴ്ന്നു വരും തോറും നമ്മുടെ അഹങ്കാരം പൊന്തി നമ്മൾ വല്ലാത്തൊരു രൂപത്തിലേക്ക് എത്തുന്നു. അതാണ്. അപ്പം നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിരന്തരം നിത്യോപാസനയായിട്ട് വേണ്ടതാണ് നാമജപം. നിത്യമായിട്ട് ഉപാസിക്കണം. സത്സംഗങ്ങളൊക്കെ നിത്യമായിട്ട് നമുക്ക് അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള അവസരം ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെ നിസ്സാരമായ കാര്യങ്ങളെ പറഞ്ഞിട്ട് നമ്മളതിനെ തട്ടിക്കളിയാം. നമ്മൾ തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ. മനസ്സാക്ഷി ആരാ? ഭഗവാൻ തന്നെ. അങ്ങനെ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചു നോക്കൂ,
ഇന്നലെ ഞാൻ രാമായണം കേൾക്കാനായിട്ട് പോവാണ്. ഇന്നലെ എനിക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ഇന്നലെ പോയില്ല. അപ്പോൾ നിൻ്റെ ഉള്ളിൽ എന്ന് പറയാതെ അലസതയും മടിയായിരുന്നു, വേണമെങ്കിൽ പോവായിരുന്നു എന്നുള്ളൊരു ഉത്തരമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പം അങ്ങനെ ആ അമ്മയൊക്കെ നോക്കൂ, ആ അമ്മ കോരിച്ചൊഴിയണ മഴയത്തും കഴിഞ്ഞ ദിവസം ആ വീഡിയോ അമ്മ അവിടുന്ന് വരണ കണ്ടിട്ട് എന്നോടിങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, ആ അമ്മയൊക്കെ വരണ കണ്ടിട്ട് എനിക്ക് അത്രയും സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആരോ എനിക്ക് മെസ്സേജ് അയച്ചു, അമ്മ ആ മഴയത്ത് അത്രയും മഴ എന്ന് പറഞ്ഞാൽ അത്രയും കോരിച്ചൊരിയണ മഴ, ആ മഴയത്ത് അമ്മ ഒറ്റടി വെച്ച് വന്ന് ചേരുക എന്ന് പറയുമ്പോൾ വേണം എന്നുള്ള ആ ഉറപ്പായിട്ടുള്ള തീരുമാനം അമ്മയുടെ ഉള്ളിലുണ്ട്. അമ്മ ഒന്ന് ഉരുട്ടിയിട്ട് നോക്കി കർമ്മപ്രാരബ്ധം, എന്നാലെങ്കിലും ഇത് വരാണ്ടിരിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് ഭഗവാനെ മതി, എൻ്റെ അതൊക്കെ ഉരുട്ടിയിട്ടാലും എനിക്ക് താങ്ങാൻ എൻ്റെ മുല്ലോറിൽ തേവരുണ്ട്, തേവരെ അന്വേഷിച്ച അമ്മ വരുന്നു. അപ്പം എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല എന്നുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് ഒരിത് അമ്മയ്ക്ക് എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇത് വേണ്ടതുപോലെ അനുഭവിക്കാൻ പറ്റണമെന്നാണ് പ്രാർത്ഥന. അത്രയും അപ്പം വേണം എന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പറ്റും. വേണം എന്നുള്ള ആ കൊതി, ആത്മാർത്ഥത, വേണം എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പറ്റും. വേണ്ടാന്ന് വിചാരിച്ചാൽ 100 കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ. വേണ്ടാന്ന് വയ്ക്കാൻ അനേകം കാര്യങ്ങളുണ്ട്, വേണമെന്ന് വയ്ക്കാൻ ഒരേ ഒരു കാര്യമുള്ളൂ, ആ ഭഗവാനോടുള്ള ഇഷ്ടം. ആ ഇഷ്ടം എത്രമാത്രം നമ്മുടെ ഉള്ളിലുണ്ടെന്നനുസരിച്ചിട്ടാണ് നമ്മൾ വേണം വേണ്ടാന്നൊക്കെ വയ്ക്കുക. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളാണ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടത് അത്രയുള്ള ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. അവരുടെ ഗൃഹത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് ഒരു തടസ്സമില്ലാണ്ട് അതിനെന്താ ഞാൻ പോവാം, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, കാലത്ത് 6 മണിക്ക് പോയതാണ് അമ്പലത്തിലേക്ക്, വീട്ടിൽ പോയിട്ട് ഞാൻ വന്നിട്ട് ഞാൻ പോവാം എന്ന് സന്തോഷത്തോടു കൂടി സമ്മതിക്കണമെങ്കിൽ ആ ജീവൻ്റെ ഒരു സുഹൃതാണ്. കാരണം എപ്പോഴായാലും ആ വായിക്കുന്നത് എന്താ രാമായണമാണ്. ഇത്രയും നേരം ആ ചേച്ചി വായിച്ചു വന്നതും രാമായണമാണ്. ഇനിയും അതിന് ഒരു തടസ്സമില്ലാണ്ട് പോവാം എന്ന് പറയുമ്പോൾ അതും ഭഗവാന്റെ കാരുണ്യമാണ്. അല്ലെങ്കിൽ ഒറ്റ ദിവസം ഞാൻ ആ ചേച്ചിയെ വഴിയിൽ വെച്ച് കാണാറില്ല. ഇന്നുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ചേച്ചി വഴിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു പോരുന്നു. അപ്പോൾ ഞാൻ വേഗം വിളിച്ച് വണ്ടിയിൽ കയറ്റി. അപ്പോൾ അതാ പറഞ്ഞത്, അതൊക്കെ നിയോഗിച്ചത് ഭഗവാനാണ്, നമ്മളാരും ഒന്നുമല്ല. ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് വേണം, ഇന്നത് വരണം എന്നൊക്കെ ഈശ്വരേച്ഛയാണ്. ആ ഈശ്വരേച്ഛ പോലെയാണ്. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ തള്ളിക്കളയാതിരിക്കുക. ഇത് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നേക്കണ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിനെ നിഷേധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പിന്നെ പറഞ്ഞോണം, തീയിൽ തൊടരുതെന്ന് കേൾക്കാണ്ട് പിന്നെ കൈ പൊള്ളിയിട്ട് കരഞ്ഞിട്ട് കാര്യം. അത് കൈ പൊള്ളിയിട്ട് ആ പൊള്ളൽ ഉണങ്ങണവരെ ആ വിഷമം അനുഭവിക്കേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വലിയൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെ വന്നിങ്ങനെ ഇരുന്നുകൊണ്ട് അത് മാറിയെന്ന് വരും. ധാരാളം അങ്ങനെയുണ്ട്. ഒരു കാറിൽ കുട്ടിയെ വെച്ചിട്ട് മുന്നിൽ അമ്മ ഇരിക്കണു, അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണു. ഈ കുട്ടി പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് കാറിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ആഞ്ഞിട്ട് ആ ഡ്രൈവ് ചെയ്യണ ആ ചക്രത്തിലാണ് പിടിച്ചപ്പോൾ അച്ഛൻ വേഗം ബ്രേക്ക് ഇട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് അമ്മയെ ചീത്ത പറഞ്ഞു, നീ കുട്ടിയെ മര്യാദയ്ക്ക് പിടിക്കാണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക, ശരിയല്ലേ പറയണത്, അതിലിത് തെറ്റി അപകടം പറ്റില്ല എന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോഴേക്കും ഉണ്ട് വേറൊരു ഇതിൻ്റെ ബാക്കിലുള്ള കാറ് പോയി. അവിടെ നിന്നും വേറൊരു കാറ് പാഞ്ഞു വന്നിട്ട് ഈ കാറിന്മേ ഇടിച്ചിട്ട് ഇത് തകർന്ന ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അവിടെ. അപ്പോൾ ആ കുഞ്ഞ് അവിടെ ആ തൊട്ടപ്പോൾ അവിടെ വണ്ടി മാറ്റി നിർത്തിയോണ്ട്, അല്ലെങ്കിൽ ഈ കാറിന് സംഭവിക്കേണ്ട ആക്സിഡൻ്റാണ്. അല്ല, ഏത് ആക്സിഡൻറ്റും ദുഃഖം തന്നെയാണ്. പക്ഷെ ആ അപകടത്തിൽ നിന്നൊന്ന് നീക്കി നിർത്തി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തേവർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അറിയില്ല. ചിലപ്പോൾ ഭഗവാൻ അതിൽ നിന്നിങ്ങനെ ഒരു കർമ്മപ്രാരബ്ധം നമ്മുടെ ഉള്ളിൽ ഒഴിച്ചു കളയാൻ വേണ്ടിയിട്ടാവും. ഇതൊന്നും നമുക്ക് നിശ്ചയമില്ല. അപ്പം അതുകൊണ്ട് അവനവന് അനുഭവാവിയ അവനവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നോക്കുക. ആദ്യം അനുഭവം നാമം ജപിക്കാനും ഭാഗവതം വായിക്കാനും കേൾക്കാനും രാമായണം വായിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ ആ ഭഗവാന്റെ കാരുണ്യം നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് ശാശ്വതം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ വിട്ട് പിരിയാനായിട്ട് സാധിക്കില്ല.
എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കുറച്ചധികം ആൾക്കാരെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ. ഭഗവാനാണ് അതിവിടെ ഇരുന്ന് പറയണതെല്ലാം. മുല്ലോർലിത്തേത് ഇവിടെ ഇരുന്ന് പറയണത് ഈ സുദർശന എന്നുള്ളൊരു വ്യക്തിയൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ അക്ഷരങ്ങളും മുല്ലോർലിത്തേവരാണ് പറയണത്. ഞാനായിട്ടൊന്നും പറയണില്ല. അങ്ങനെ നമുക്ക് സാധിക്കില്ല പറയാൻ. ഞാനായിട്ട് പറയാമെന്ന് വെച്ചാൽ ഇവിടെ വന്നിരുന്ന് എത്ര പുസ്തകങ്ങൾ പഠിച്ചോട്ടെ, എത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചോട്ടെ, ഇവിടെ വന്നിരുന്നാലും ഒന്നും ഓർമ്മയിൽ വരില്ല. അപ്പം അതുകൊണ്ട് നമ്മളല്ല അത് പറയണത്, ഭഗവാന്റെ കാരുണ്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഭഗവാൻ പല രീതിയിൽ പറയുന്നു. ഭഗവാന്റെ ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് സ്വീകരിക്കാനുള്ള അത്രയ്ക്ക് ശക്തി നമ്മുടെ കാതുകളിലേക്ക് വരുന്നത് വരെ ഇങ്ങനെ പലരിലൂടെ നമ്മളോട് ഭഗവാൻ സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഈശ്വരനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അത് തന്നെ പുണ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിശേഖബിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നാരായണ 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 നാരായണ. ഹരേ ഗുരുവായൂർ.
രാവണ വിഭീഷണ സംവാദം വരെയാണ് പാരായണം ചെയ്യേണ്ടത്. രാവണ വിഭീഷണ സംവാദം. എല്ലാവർക്കും പേജ് ലഭിച്ചു എന്ന് കരുതട്ടെ. തിരക്കുള്ളവർ ഇടയിൽ എണീറ്റ് പോണോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. മൂലം ഭാഗവതം കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഗുരുവായൂർ പോകുന്നുണ്ട്, അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് തരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരീകത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവാനോട് പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വരാ വീരാ ദശാനന, കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലതൂ ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള പുതാജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതോ എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഘനയജ്ഞാന്താദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭന കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭനും തൃശിരസാധികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ടാദിവീരരും യുഭാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷനും ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ല അവനോടെടോ നേരെ പൊരുതു ജയിപ്പതിന്നാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ലകേൽ ആരെന്നറിയുവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനോ മല്ലവന്യുമല്ലവൻ വൈവസ്വതാനു. ഹരേ കൃഷ്ണ. വൈവസ്വതനും നിരുതയുമല്ലകേൽ പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ലവനീശനോ ഈശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ലാദിത്യ രുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയാ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല്ല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചുകൊള്ളുവാൻ. പിന്നെ നൃസിംഹാരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യാകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനാമൂർത്തിയായി ലോകത്രയം ബാലിയോട് വാങ്ങിയിടിനൻ. കൊന്നതിരുപത്തോരു തുടാരാമനായി മന്നവന്മാരെ മാനവന്മാരെ അസുരാംശരാകയാൽ അന്നസൂരരെയൊക്കെ ഒടുക്കുവാൻ മന്നീലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥാപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യമായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടായാൽ അതിന്നു ചൊല്ലിയിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരാമൻ പരാമേശ്വരൻ. മുക്തിയും നൽകും ജനാർദ്ദൻ ആശ്രിതാവത്സലൻ നമ്പുജാലോചനൻ ഈശ്വരാനിന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തന്തിരുവടീതൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയായി ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകമ്പുക്ക നേരത്തീ ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം
സുബാഹുമുഖ്യന്മാർക്കു നൽകിന തൃക്കാലടി വച്ചു കല്ലാമഹില്യയ്ക്ക് ദുഷ്കൃതാമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലുകണ്ടിച്ചു സീതയമ്മയൽ മിഴിയാലയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവൻ കടന്നിവിടേക്ക് വന്ന അർണോജ നേത്രയെ കണ്ടു പറഞ്ഞുടൻ ഭംഗിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു. സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നഹന്ത തോന്നുന്നതിങ്ങനെ. നല്ല സജ്ജനത്തോടു വൈരം വൃഥ തന്നെങ്കി തന്നെ കൊടുക്കാമടിയാതെ. നഷ്ടാമതികളായ ഇടുമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കൂ മതോർക്ക നീ. കാലാപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവി മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും പ്രാണനും നശിച്ചിടുമരക്ഷണൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിന്നു നാമാളല്ലവ പോകെന്നു ഏർപ്പെട്ടു. ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമാശരാമേറ്റു മൃത്യു വരുന്നേരമാമയാമുള്ളിലെനിക്കു ഉണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വൻപനോടേറ്റൽ വരും ഫലാമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജാനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. രാക്ഷസ രാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയാമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും ബദ്ധ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരിയേ മരുവിന. ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തമോരോന്നു ചൊല്ലിയിലാശു നീ വധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപാൻ ഇത്തരം ചൊന്നളോർത്തൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരു ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമവാദേവപാദാംഭോജാമെന്നീ മറ്റാരും ശരണമില്ല എനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊള്ളുവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായി വന്നിത്തം നിരൂപിച്ചു ഉറച്ചു പുറപ്പെട്ടു. ധാരാധനാലയ ഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കാലുറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലോ രാമയാമിങ്ങതീനില്ലെന്നു നിർണയം. പോകായ്ക്കിലോ മമാചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതനു തുല്യനല്ലോ ഭവൻ. താവകാമായ നിയോഗമനുഷ്ഠിപ്പൻ ആവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥകളത്രാദികളോടും അത്ര സുഖിച്ചു സുചീരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായി അഞ്ജനകാലയെ കാലിയും
സീതാപിതാനേനതിജാതരായിടിനാൽ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന മോദമോടിങ്ങു വന്നാലിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്നാഹിതോക്തികാളങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവാനിയിൽ ദേവൻ വിധാതാപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെയതിനന്യതാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥീയ ശരണം ഗതോസ്മി ഞാൻ. രാവണൻ തന്നെ യോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജസേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവാനിരുന്നരുളുന്നതിൽ നേരെ മുകളിൽ ഉച്ചൈസ്തരാമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാനത്രയും ഭക്തി വിനയ വിശുദ്ധാമതിസ്ഫുടം. രാമാരമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജാ ശിഖാമണി സീതാപതേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവാ സേവാർത്ഥമായി വിടാ കൊണ്ടെന്തയാനിതേ ആമ്നായമൂത്തേ രഘുപതേ ശ്രീപതേ നാംനാ വിഭീഷണൻ ത്വദ്ഭക്ത സേവകൻ. ദേവിയെ കട്ടാതനുചിതം നീ എന്നു രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുകെന്നവോളമേറ്റം പറഞ്ഞൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ. പഥ്യമായുള്ളതു ചൊല്ലിയാതേറ്റാമപഥ്യമായി വന്നീതവന്നു വിധിവശാൽ വാളുമായെന്നെ വധിപ്പാനടുത്തിതു കാളാംബുജാംഗ വേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞുപാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിട കൊണ്ടേനൊരാലംബന മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുദേ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടള ഉദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശേഷ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധാപാണിയാൽ വന്നാനാമാത്യരും മായാവിശാരതന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിവനിലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോ തുടം വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തോരഭീമതാമെന്നൊരുൾ ചെയ്യണം. മറ്റുള്ള വാനരാവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞൻ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവൻ ശത്രുക്കളായവരുമെന്നു വന്നിടുമോ? നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപാദികൾക്ക് ആശ്രിതാരക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവാ ചിത്തേ ധരിച്ചു അരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതു ഉപമന്നമെത്രയും വീരാവിഭാഗരാപുത്രാവരി കേടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവാദാദി നീതിജ്ഞവരന്മാരെ ഉർവീശനായാൽ അവനാശിതന്മാരെ സർവേശോ രക്ഷേച്ചു ശുഭജനാമഭി. രക്ഷയില്ലാഞ്ഞവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്യമേധം ചെയ്ത പുണ്യവാൻ.
എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങളറിയരുതേതുമേ മുന്നാമൊരു കപോതം നിജ പേടയോടൊന്നിച്ചൊരു വനം തന്നിൽ വീടിനാൻ. ഉന്നതമായൊരു പാദപാഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനെ ഇത് കൊന്നിടിനാൻ. തന്നെ പക്ഷിണിയെ സുരാന്തരെ വന്നൊരു ദുഃഖം പൊറഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിരുന്നിടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും. ചെന്നു ജരമാബ്ദി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിന്മരം പുരടത്തിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും. തന്നെ കയ്യിലിരിക്കുന്നിരുന്ന കപോതിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ. എന്നതു കൊണ്ടു വിശപ്പടങ്ങിയിടഞ്ഞു പിന്നെയും പേടിച്ചിരിക്കും കിരാതന്. തന്നെ ദേഹവും നൽകിനാൻ അൻപടു വന്നിയിൽ വീണു കിരാതാശനർത്ഥമായി. അത്ര പോലും വേണമാശിത ലക്ഷണം മത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തു വരുന്നവനെന്നും അഭയം കൊടുക്കുന്നതേയുള്ളൂ. പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേതണ്ടാമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത വന്നിടുവിൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയാകേതുമിതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെയവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും അറിയുക നീ. ശ്രീരാമവാക്യാമുതം കേട്ടു വാനരാവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗം ആരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷം ഇന്ദീവരദളം ശ്യാമളം കോമളം ബാണാതനുദ്ധരം. സോമബിംബാഭപ്രസന്നാമുഖാംബുജം കാമദം കാമോപമം കാമലാവരം കാന്തം കരുണാകരം കമാലക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം. ലക്ഷ്മണാസംയുതം സുഗ്രീവമാരുതി മുഖ്യ കപീകുലാസേവിതം രാഘവം. കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശവിനാശന ശ്രീരാമപാദാംബുജം നമോസ്തുതേ. ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോത്ഭവായ നമോ നമ ചണ്ഡഗോദണ്ഡധരായ നമോ നമ. പണ്ഡിതാഹിത് പുണ്ടരീക ചണ്ഡാംശവേ ഗണ്ഡാപരശുപ്രിയായ നമോ നമ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യാമനന്ദായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭി രാമായ രാമഭദ്രായ നമോ നമ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ. നിത്യാമനാദിഗ്രഹസ്ഥായ തേ നമ നിത്യായ സത്യായ ശുദ്ധായ തേ നമ. ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ. വിശേഷനം നിന്തിരുവടീതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ. സന്തതം ജംഗമാഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവൻ. നിന്മഹാമായയ മൂടിക്കിടക്കുമാ നിർമ്മലമമ്പരബ്രഹ്മമജ്ഞാനിനം. തുല്യമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും അത്ര നാളേക്കു ജഗത്തൊക്കവേ ബല സത്യമെന്നായി തോന്നുന്നതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളലതി ശക്തി കലർന്നു രമിക്കുന്നിതന്വഹം. ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മിനി കാണേണം ആത്മന. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കമാനാത്മനം. ആദികാലേ സുഖമെന്നു തോന്നിക്കുമാതേതും വിവേകമില്ലാതവൻ മാനസേ. ഇന്ദ്രാഗ്നി
ചന്ദ്രരുദ്രജാഹി പാതികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവും ആദിയുമില്ലാതെ ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവൻ, സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവൻ, നൂനാമണുവിങ്കൽ നിന്നണീയൻ ഭവൻ, മനമില്ലാതെ മഹത്തത്വവും ഭവൻ, സർവലോകാനാം പിതാവായതും ഭവൻ, സർവലോകേശ മാതാവായതും ഭവൻ, സർവദാ സർവദാതാവായതും ഭവൻ, ദർവീകരേന്ദ്രശയനാദയാനിധേ ആദിമധ്യാന്താവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ ഷൺഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനം മധുകൈടപാന്തകൻ ജ്ഞാനികാ തൽപാദഭക്തി നിശ്രേണിയെ സാനന്ദമാശുതം പ്രാപ്യ രഘുപതേ ജ്ഞാനയോഗ്യ സൗധം കരേറിടിനൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപതേ സീതാപതേ രാമകാരുണികോത്തമ യാതുദാനന്ദക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരാഭിതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തപ്രിയം പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്ഥിതാപൂർവമേവാമരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ ഒട്ടുമേധാഭാമൊരുത്തനെ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനൻ ധന്യനായൻ കൃതാകൃത്യനായേനഹം ധന്യാകൃതേ കൃതാകൃത്യമകാമനായേനഹം ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമാനായൊരു ധന്യനില്ലൊഴിയിൽ മത്സമാനായൊരു ശുദ്ധനുമില്ലഹോ മത്സമാനായി മറ്റൊരുവനുമില്ലിഹ ത്വൽസ്വരൂപം മമാകണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ നിർമ്മലമം ഭവജ്ഞാനവും ഭക്തിയും തദ്ധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ ചിത്തേ വിഷയാസുഖാശയോമില്ലമേ ത്വൽപാദപങ്കജ ഭക്തിരേ വസ്തുമേ നിത്യാമിളക്കാമൊഴിഞ്ഞു കൃപാനിധേ ഇഥമാകർണ്യ സംപ്രീതനം രാഘവൻ നക്തഞ്ജരാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയ വിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതീ ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂമ സീതയുമായി മുതാ. നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതീ ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മനസ്സേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്കു മോക്ഷം വരും. അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തീകരസ്തോത്രം ഇതത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരും അതീനില്ലൊരു സംശയം. ജാനകി ജീവനസ്മരണം ഹരേ രാമ ഹരേ ഉറക്ക ചൊല്ലു ജാനകീ ജീവനസ്മരണം. രാവണസഭയിലേക്ക് വന്ന വിഭീഷണൻ എന്നോട് വിഭീഷണൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ഈ രാമനെ ജയിക്കാൻ ആർക്കാ സാധിക്കുക എന്നാണ് വിചാരിക്കണേ. ഈ എല്ലാ വിധത്തിലുള്ളതാ ഓരോരുത്തരുടെയും പേര് അസുരന്മാരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. അവരൊക്കെ ഇന്ദ്രജിത്ത് എന്നാണ്. അങ്ങനെ ഇന്ദ്രനെയൊക്കെ ജയിച്ച ഇവർക്കൊന്നും രാമനോട് എതിർക്കാനൊന്നും സാധിക്കില്ല. ആരും രാമനോട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം ശ്രീരാമചന്ദ്ര പ്രഭു എന്ന് പറഞ്ഞാൽ അഗ്നിയോ
വൈവസ്വതനോ ഇപ്പോൾ പറയണ അഗ്നിയെ ജയിച്ചു, കാലനെ ജയിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ. നിരുതിയോ വായുദേവനോ വരുണനോ അങ്ങനെ ആരുമല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, പരബ്രഹ്മമൂർത്തിയാണ്. പണ്ട് പന്നിയായിട്ട് വന്ന് ഹിരണ്യാക്ഷനെ വധിച്ചതും നരസിംഹരൂപത്തിൽ വന്നിട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചതും ഈ ഭഗവാൻ തന്നെയാണ്. ഈ ലൗകികനാഥനായിട്ടുള്ള ഭഗവാനാണ് ആ ബലിയോട് അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് നിന്ന ബലിക്ക് ഈ 3 ലോകങ്ങളിലുള്ള ആധിപത്യമാണ് അഹങ്കാരം എന്ന് തോന്നിയപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് അഹങ്കാരത്തെ നശിപ്പിച്ചതും വാമനമൂർത്തിയായിട്ട് നിന്നത് ഈ ഭഗവാൻ തന്നെയാണ്. അതുപോലെ പരശുരാമനായിട്ട് വന്നിട്ട് രാജാക്കന്മാരെ 21 തവണ കൂട്ടത്തോടു കൂടി വധിച്ചതും ഈ ഭഗവാൻ തന്നെയാണ്. ഇപ്പോൾ ഭഗവാൻ ശ്രീരാമനായിട്ട് വന്നു. ശ്രീരാമൻ വന്നത് രാവണനെ അങ്ങേപോലെയുള്ളവരെയൊക്കെ വധിച്ചിട്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ പിന്നെ എന്തായാലും എന്നെ വധിക്കാനോ വന്നെങ്കിൽ വധിക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുക. അപ്പോൾ എല്ലാവരും രാവണൻ അതാണ് അടുത്ത ചോദ്യം ചോദിക്കാമെന്ന് വിഭീഷണൻ നല്ലോണം അറിയാം. അതാ തലയിലെഴുത്ത് വെച്ചാൽ നമ്മളുണ്ടല്ലോ ഒരു കാര്യം അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അതാൻ്റെ തലയിലെഴുത്ത് അനുഭവിക്കാണ്ട് പറ്റും, അനുഭവിച്ചോട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നാമം ജപിച്ചൊക്കെ മാറും, വെറുതെ ആ ഈശ്വരനെ ആശ്രയിക്കുമോ എന്ന് പറയുമ്പോൾ പറയും എനിക്ക് എൻ്റെ തലയിൽ ഇതായി നിൽക്കണേ, ഞാനത് അനുഭവിക്കാണ്ട് പറ്റില്ല, ഞാനത് അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വാദിച്ച് നിൽക്കും. അപ്പോൾ പറയണു ആ സേവിക്കുന്നവർക്ക് അഭയം നൽകണ കരുണാമയനാണ് ഭഗവാൻ, ആശ്രിതവത്സരനാണ്, മോക്ഷം നൽകുന്നവനാണ്. ആ പാദകമലങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള പാപങ്ങളെയും നശിപ്പിച്ചിട്ട് നമ്മളെ ആ പാപവിമുക്തനാക്കിയിട്ട് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെല്ലാം തീർത്തു തന്ന് നമ്മളെ രക്ഷിക്കും. നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കർമ്മപ്രാരാബ്ധങ്ങളുടെ തീവ്രത നമുക്ക് അനുഭവമാവില്ല എന്ന് മാത്രം. അങ്ങനെ ഇപ്പോൾ പറയണില്ലേ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തിനാണ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണേ? ആ രോഗിയോടുള്ള ശത്രുത കൊണ്ടൊന്നുമല്ല, രോഗിയുടെ ഉള്ളിലുള്ള രോഗം ഇത് മാരകമായൊരു രോഗമാണ്. അതിനെ ഉള്ളിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളഞ്ഞില്ലെങ്കിൽ അത് ശരീരം മുഴുവൻ വ്യാപിച്ചിട്ട് ആ ജീവന് നാശം വരും എന്ന് പറയണതുകൊണ്ടാണ് ഡോക്ടർ കീറിയിട്ട്, അല്ലാണ്ട് ഡോക്ടർ കീറണത് ഇയാളോടുള്ള ദേഷ്യം കൊണ്ടാണോ? അല്ല, അതിലും വലിയ വേദനകളും ദുഃഖങ്ങളും ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ആ കീറണ സമയത്ത് പച്ചയ്ക്ക് അങ്ങോട്ട് കീറുക വെച്ചാൽ ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? മയക്കുമരുന്നൊക്കെ തന്നിട്ട് നമ്മളെ മയക്കും. അപ്പോൾ നമ്മൾ അറിയില്ല, കീറി ഇതൊക്കെ എടുത്ത് കളഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അതറിയില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ ഇതുപോലെ ഭഗവാന്റെ കാരുണ്യമാകുന്ന ആ അമൃതം പുരട്ടിയിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങളുടെ തീഷ്ണത കുറച്ചിട്ട് കർമ്മപ്രാരാബ്ധങ്ങളെ അങ്ങനെയാണ്, അത് കർമ്മപ്രാരാബ്ധങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഇല്ലാണ്ടില്ല. പക്ഷേ അതിനെ നമുക്കതിൻ്റെ അനുഭവം, ആ ശക്തി, വേദനയുടെ ശക്തി കുറയുക, ദുരിതങ്ങളുടെ ശക്തി കുറഞ്ഞു കിട്ടും. അതുപോലെ കാരുണ്യം ആർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് എത്രയോ കാലം ആ കാട്ടിനുള്ളിൽ കിടന്ന സമയത്തുള്ള ആ താടകയെ നിഗ്രഹിച്ചത് ഭഗവാനാണ്. വിശ്വാമിത്രൻ മഹർഷിയുടെ യാഗരക്ഷയ്ക്ക് വേണ്ടി വന്ന സുബാഹുക്കളെയൊക്കെ വധിച്ചില്ലേ? അഹല്യത അവരെയൊക്കെ വധിച്ചു. അഹല്യത തപസ് ചെയ്തു, അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തു. അതൊക്കെ ഭഗവാൻ തന്നെയാണ്. ആ സീതയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് ആ ഭാർഗവരാമൻ 21 വട്ടം എന്ത് ചെയ്തു? ഈ രാജാക്കന്മാരെ ജയിച്ചതാണ്. ആ ഭാർഗവരാമനെ പോലും ജയിച്ചതാരാ? ഈ ശ്രീരാമനാണ്. അപ്പം അതുകൊണ്ട് ആ ശ്രീരാമൻ്റെ കേവലം ഒരു ദൂതനാണ് ആ ഹനുമാൻ. ആ ഹനുമാൻ ചെയ്തതൊക്കെ അറിഞ്ഞൂടെ? ദൂതന് പോലും ഇത്ര ശക്തി ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ ഹനുമാൻ്റെ കാര്യം, ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കാര്യം പറയണോ? അപ്പം അതുകൊണ്ട് ഇത് വെറുതെ സജ്ജനങ്ങളോട് വിരോധിക്കുന്നത് നല്ലതല്ല, അവരോട് വഴക്കിടാൻ പാടില്ല. പലരും ഇഷ്ടം നോക്കി പറയണവരുണ്ടാവും, അതായത് നമ്മളെ സന്തോഷിപ്പിക്കാൻ പലതും പറയണം, ചെയ്തോ എന്ന് പറയണവരുണ്ടാവും. അല്ലേ? ഈ പിന്നിൽ നിന്നിട്ട് അവർ ചെയ്തോ എന്ന് പറയും. കുട്ടികളോടൊക്കെ പറയും കല്ല് വീക്കിക്കോ സമരം വരുമ്പോൾ. എന്നിട്ട് ഇതിനെ ആരെ പോലീസ് പിടിച്ചിട്ട് പോവുക? കുട്ടികളെ പിടിച്ചിട്ട് പിന്നിൽ നിൽക്കണവരൊക്കെ പോവും. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ പറഞ്ഞാൽ എന്ത് ചെയ്യുക? അത് അപകടത്തിനായിട്ട് കാര്യം. ഇപ്പോൾ
ഈ ഒരു അപകടം എന്ന് വിചാരിച്ചാൽ അങ്ങൊരു രാജാവാണ് അല്ലേ, രാജാവ് ഒരു തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതിനൊരു അപകടം എന്ന് പറഞ്ഞാൽ ആ അപകടം അയാൾ മാത്രം അനുഭവിച്ചാൽ മതി. അതേസമയം രാജാവാകുമ്പോഴോ രാജാവ് ചെയ്ത തെറ്റിൻ്റെ ഫലം ഒന്നും അറിയാത്ത പ്രജകളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ രാജാവ് എത്ര നീതിയോട് കൂടിയിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ നടപടികളൊക്കെ ഉത്തരവാദികളല്ല വേറെ ആരും. അപ്പോൾ അതുകൊണ്ട് അങ്ങ് സീതാദേവിയെ തിരിച്ചേൽപ്പിക്കുക. ഇനിയിപ്പോൾ യുദ്ധമൊക്കെ ചെയ്തിട്ട് എല്ലാ സൈന്യവും നശിച്ച് എല്ലാവരും നശിച്ച് അവസാന നിമിഷം ഞാൻ തിരിച്ചേൽപ്പിക്കാം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തിരിച്ചേൽപ്പിച്ചിട്ട് എന്താ ഫലം? അതുകൊണ്ട് ഫലമില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് അത് കഴിഞ്ഞ് എല്ലാത്തിനെയും വിട്ട് നമുക്ക് ഈശ്വര മാർഗത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ആ ഉപദേശം നല്ലൊരു ഉപദേശം കൊടുത്തപ്പോൾ എന്തു ചെയ്തു? ചന്ദ്രഹാസം എടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രു രാമനൊന്നല്ല, നീയാണ് എൻ്റെ ശത്രു എന്ന് പറഞ്ഞു. സമയം അതാണ് മിത്രഭാവത്തോട് കൂടിയിട്ട് നല്ലത് പറയണവരുടെ മേത്താണ് ശത്രുക്കൾ. ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഗൃഹത്തിൽ നോക്കൂ, ഒരാൾക്ക് ഒരു നന്മ പറഞ്ഞു കൊടുക്കണ ഒരാൾ, അയാളാവും ഏറ്റവും വലിയ ശത്രു. അത് പറയണതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ദുരഭിമാനം കൊണ്ട് അതാണ് ശത്രുവായിട്ട് തീരുക. അപ്പം അങ്ങനെയുള്ള ഹരേ കൃഷ്ണ അങ്ങനെയാണ് ആ ശത്രുവായിട്ട് തീരുക. അപ്പോൾ രാവണൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വധിക്കാൻ പറഞ്ഞു, മരിക്കാൻ കിടക്കണ ഒരാൾ ഇനി രക്ഷയില്ല എന്നുള്ള സമയത്ത് പിന്നെ എന്ത് ദിവ്യൌഷധം അയാൾക്ക് കൊണ്ടുകൊടുത്തിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങേരുടെ ചന്ദ്രഹാസം കൊണ്ട് മരണം ഏൽക്കണേക്കാളും ഭേദം ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളെ ആശ്രയിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് ആ ശ്രീരാമനെ ആശ്രയിക്കാനായിട്ട് പോണു. എന്നിട്ട് അവിടെ ചെന്നിട്ട് 4 അമാത്യന്മാരോട് കൂടിയിട്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ശരണാഗതി ചെയ്യുകയാണ്. അവിടെ ചെന്നിട്ട് ഞാനിതാ നല്ലത് പറഞ്ഞു രാവണനോട്, അപ്പം എന്നെ അവിടുന്ന് പുറത്താക്കി വധിക്കാൻ വന്നു, അതുകൊണ്ട് ഞാൻ അഭയം നേടി വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ സുഗ്രീവൻ പറയും, ഒട്ടും വിശ്വസിക്കരുത്, മായാവിയാണ് രാക്ഷസൻ, പ്രത്യേകിച്ചും തൻ്റെ അനുജൻ രാവണൻ്റെ അനുജനാണ്. രാവണനെ ഉപേക്ഷിച്ചിട്ട് അല്ല പറയണ ആളാരാ? സുഗ്രീവൻ എന്തുണ്ടായി? സ്വന്തം ജ്യേഷ്ഠനോടാണ് എതിരിട്ട്, അതൊക്കെ മറന്നു. അപ്പോൾ അഭയം പ്രാപിച്ചപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ അടുത്തുനിന്ന് ജ്യേഷ്ഠനെ കൊല്ലണം എന്ന് പറയണ സുഗ്രീവൻ ശരിയല്ല എന്ന് രാമന് തോന്നിയോ? ഇല്ല. അത് പറയണ രാവണൻ്റെ അനുജനാണേ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, പരാക്രമശാലിയാണ്, ആയുധപാണിയായിട്ടാണ് വന്നേക്കണേ. അപ്പം മന്ത്രിമാർ കൂടെയുണ്ട്, മായ കൊണ്ട് വേണ്ടി വന്നതാണ്. അല്ലെങ്കിലും ആ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച് വരുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ആര് പറയണു? സുഗ്രീവൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യമല്ലേ. നമ്മുടെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും മറക്കും. എന്നിട്ട് വേറൊരാളുടെ കാര്യം പറയുമ്പോൾ നമ്മളും ഇതുപോലെയൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ശത്രുപക്ഷത്തുള്ള ഒരാളെ മിത്രമായിട്ട് കരുതണത് ശത്രുവിനെ വിശ്വസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, വിഭീഷണൻ അത്യുത്തമനാണ്, ശരണാർത്ഥിയെ രക്ഷിക്കുക വേണ്ടത്. ശത്രുക്കൾ രാക്ഷസവർഗത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാവരും ശത്രുക്കളാവില്ല, ദേവവർഗത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാവരും മിത്രങ്ങളും ആയിക്കൊള്ളണമെന്നില്ല. അതും അങ്ങനെയുണ്ട്. നമ്മൾ ജനിച്ചു കൂട്ടത്തിൽ എല്ലാത്തിലും നല്ലവരും ഉണ്ട്, ചീത്തയുണ്ട്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കുറച്ച് നേരം നാമം ജപിക്കണേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അപ്പോൾ എന്തായാലും ജാതി ഇതൊന്നുമല്ല അങ്ങനെ പറയണു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗുണഗണങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഗുണഗണങ്ങൾ നോക്കിയിട്ടാണ് രക്ഷിക്കേണ്ടത്. പിന്നെ ആശ്രിതന്മാരെ രക്ഷിക്കുക എന്നുള്ള രാജാക്കന്മാരുടെ ധർമ്മമാണ്. അതുകൊണ്ട് വിഭീഷണനെ രക്ഷിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞു, ഹനുമാൻ പറഞ്ഞത് യുക്തമായിട്ടുള്ള കാര്യമാണ്. ആ ജാമ്പുവാനും സുഗ്രീവനും അങ്ങനെയുള്ള എല്ലാവരോടും കൂടിയിട്ട് പറയാണ്, ആശ്രയം തേടി വരുന്നത് ചണ്ടാളന്മാരായാലും നായ്ക്കളായാലും ഏത് വിധത്തിലും അവരങ്ങനെയാണ് നോക്കുക, എന്താണെന്നൊന്നും നോക്കരുത്. ഏത് ആൾക്കാരായാലും അവരെ രക്ഷിക്കുകയാണ് വേണ്ടത്. അവരെ നമ്മളെ ആശ്രയിക്കുന്ന ഒരാളെ രക്ഷിക്കാണ്ട്, നമ്മളോടൊരാളെ ആശ്രയിച്ച് നമ്മളെ ആശ്രയിച്ചിട്ട് വരുന്ന ഒരാളെ രക്ഷിക്കാണ്ടിരുന്നു വെച്ചാൽ ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാവും. രക്ഷിക്കുന്നവനാണെങ്കിലോ അനേകം അശ്വമേധം നടത്തിയ പുണ്യം അവന് കിട്ടുമെന്ന് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്നിട്ടൊരു കഥ പറയാണ്, പണ്ടൊരു പ്രാവിൻ്റെ കഥ പറയാണ്. ഒരു പ്രാവ് അതിൻ്റെ പിടയോട് കൂടിയിട്ട് ഒരു മരത്തിലിരുന്നിട്ട് അവർ പ്രേമസല്ലാപം നടത്തുന്ന സമയത്ത് ഒരു വേടൻ വന്നിട്ട് ആ പെൺപക്ഷിയെ ഇത് കൊന്നു. അപ്പോൾ ആ വിരഹദുഃഖം സഹിക്കാനാവാണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റും മഴയൊക്കെ വന്നിട്ട് ഇടിയൊക്കെ വന്നിട്ട് ആ വേടൻ ആ മരത്തിൻ്റെ വലിയ മരമാണല്ലോ, കാടിൻ്റെ ഉള്ളിലൊക്കെ വലിയ മരങ്ങളോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്നാൽ നനയൊന്നുമില്ല, പടർന്ന് പന്തലിച്ച് അതിൻ്റെ ചോട്ടിലിങ്ങനെ നിന്നു. അങ്ങനെ അപ്പോഴേക്കും രാത്രിയായി. ഇതിന് വീട്ടിലേക്ക് പോകാനും പറ്റാണ്ടായി. ഇയാൾക്കാണെങ്കിൽ കണ്ണിൽ നോക്കിയപ്പോൾ ഈ പ്രാവിന് മനസ്സിലായി ഇത്രയും വിശപ്പ് സഹിക്കാൻ പറ്റണില്ല എന്ന്. പ്രാവ് എവിടെയോ പറന്ന് പോയിട്ട് ഒരു കഷ്ണം തീയ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അവിടെയുള്ള ആ ഇലകളൊക്കെ, ആ മരത്തിൻ്റെ ഇടയിൽ നനയാണ്ടൊക്കെ കിടക്കണ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാരി എടുത്തിട്ട് അതിൽ തീയിട്ടിട്ട് അത് കത്തിച്ചിട്ട് ആ പക്ഷിയെ അതിലിട്ട് ചുട്ടിട്ട് കൊന്ന് അത് ചുട്ട് തിന്നു. എന്നിട്ടും വിശപ്പ് മാറിയില്ല എന്ന് ഇതിനുമ തോന്നിയപ്പോൾ ഇത് സ്വയം ആ തീയിൽ ചെന്ന് പെട്ടിട്ട് ആ ഭക്ഷണമായിട്ട് തീർന്നു എന്ന് പറഞ്ഞു. അത്രയും ഒരു പക്ഷിക്ക് തോന്നിയ ദയ, ശരണാഗതി. കാരണം അത്രയും യാതൊരു വിധത്തിലും രക്ഷയില്ലാണ്ട് നിൽക്കുന്ന ഒരാളുടെ പോലെ തൻ്റെ ശത്രുവാണ് അത് പറയുമ്പോൾ, തൻ്റെ പ്രിയതമയെ കൊന്നതാണ്. എന്നിട്ട് പോലും എന്താ തോന്നിയത്, അവർ വിഷമിക്കണ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ അതുപോലും ചെയ്തു. അപ്പം പിന്നെ മനുഷ്യൻ്റെ കർത്തവ്യത്തിനെ പറ്റി പറയാനുണ്ടോ? അതുകൊണ്ട് ആ ശരണാഗതി ചെയ്തു വരണതിന് അഭയം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അഭയം കൊടുക്കുകയാണ്. അപ്പോൾ ആ ശ്രീരാമൻ പറയണ കേട്ടിട്ട് സുഗ്രീവൻ വേഗം വിഭീഷണനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അപ്പോൾ ആ ശ്രീരാമനെ വിഭീഷണൻ അതിമനോഹരമായിട്ട് സ്തുതിച്ചു. അപ്പോൾ സ്തുതിച്ചു കഴിഞ്ഞിട്ട് പറയണോ, അതിൽ പറയേണ്ടത് സാധാരണക്കാരായിട്ട് ലൗകിക വിഷയങ്ങളിൽ ആസക്തരായിട്ട് അതിലൊക്കെ മുഴുകിയിട്ട് ആത്മാവിനെ അറിയാണ്ട് ജീവിക്കണവരുണ്ട്. അപ്പോൾ അവർക്ക് ആ ലൗകിക വിഷയങ്ങളുണ്ടായ അതിൽ മാത്രം തൻ്റെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, അതിൻ്റെ കാര്യത്തിൽ മാത്രം മുഴുകിക്കഴിയുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താ? ദുഃഖം മാത്രമായിട്ട് തീരും. അതിൽ നിന്നൊരിക്കലും സുഖം ലഭിക്കില്ല. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ദുഃഖങ്ങൾ ഒന്നിന് പുറകെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ കർമ്മപ്രാരാബ്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വന്നു ചേരണത്. അപ്പോൾ അത് നമ്മളുടെ കർമ്മപ്രാരാബ്ധങ്ങൾ ഈ ശരീരങ്ങളെ കൊണ്ട് അനുഭവിച്ച് തീർക്കണം. അപ്പോൾ ആ അനുഭവത്തിനുള്ളത് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ
ശാശ്വതമായിട്ടുള്ള ശാന്തിയും സമാധാനവും ആനന്ദവും ഒക്കെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവിവേകികൾക്ക് തോന്നും ഇതാണ് സുഖം എന്ന് തോന്നും. പക്ഷേ വിവേകമുള്ളവരെന്താ ചെയ്യുക? ഈശ്വരനെ ആശ്രയിക്കുകയാണ് ചെയ്തത്. അവിടുത്തെ പാതാരവിന്ദ്രങ്ങളുടെ നേർക്കുള്ള ഭക്തി ഉണ്ടെങ്കിൽ തന്നെ അത് ആനന്ദത്തിന് നൽകണം. അങ്ങനെ ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ആ അറിവ്, അങ്ങയെക്കുറിച്ചുള്ള പരമജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് മോഹിച്ചിട്ടും കൂടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ പറഞ്ഞു ഈ സ്തുതി കേട്ടപ്പോൾ സന്തോഷമായി. എന്താ വേണ്ടതെന്ന് വെച്ചാൽ വരം ആവശ്യപ്പെട്ടോളൂ എന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ ധന്യനായി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിനി എന്താ ആഗ്രഹമുള്ള? എനിക്കിനി ഒരാഗ്രഹമില്ല. അപ്പോൾ പറയാണ് എന്നോളം ഭാഗ്യമുള്ളവരാരുമില്ല. അത് അഹങ്കാരത്തിൻ്റെ ശബ്ദമല്ല, പല വിധത്തിലും പറയുന്നുണ്ട്. നമുക്ക് നല്ല ധനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല സുഖത്തിനും എൻ്റെ പോലെ സുഖമുള്ള അങ്ങനെ പറയും നമ്മൾ. ഇവിടെ അങ്ങനെയല്ല പറയണത്. ഇത് അത്രയും ആ മനസ്സങ്ങടെ ആർദ്രമായിട്ട് പരമമായ പ്രേമം കൊണ്ട് പറയാണ് എന്നോളം ഭാഗ്യമുള്ളവരാരുമില്ല, എന്നോളം ശുദ്ധനായവരാരുമില്ല. കാരണം എന്താ? ഞാൻ മുക്തനുമായി. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവിടുത്തെ പാതാരവിന്ദത്തിനെ കാണാൻ കഴിഞ്ഞുല്ലോ, അങ്ങയെ കാണാൻ കഴിഞ്ഞുല്ലോ, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ നമസ്കരിക്കാൻ കഴിഞ്ഞുല്ലോ. അതിൻ്റെ പുണ്യം കൊണ്ട് ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങളെല്ലാം ഇല്ലാണ്ടായിട്ട് ഞാൻ ജീവൻ മുക്തനായിട്ട് തീർന്നു. അതുകൊണ്ട് എനിക്ക് തുല്യം ആരുമില്ല എന്ന് പറയണത്. അപ്പോൾ കർമ്മബന്ധങ്ങൾ നശിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഈശ്വരനെ ആശ്രയിച്ചാൽ മതി, ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി എന്നതാ പറയണു. അങ്ങനെയുള്ള ആ വിഷയസുഖങ്ങളിൽ എനിക്ക് ഒരാഗ്രഹമില്ല. അങ്ങയുടെ പാദങ്ങളിലെ ഉറച്ച ഭക്തി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കണു. അചഞ്ചലമായ ഭക്തി ഉണ്ടാവണമെന്ന്. നമുക്കും അതുതന്നെയാണ്. ദുഃഖങ്ങൾ തരുന്നതായിട്ടുള്ള വിഷയസുഖങ്ങളിൽ ചെന്ന് പെട്ടിട്ട് ആർത്തലച്ച് കരയുക എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഈശ്വരപാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഈശ്വരനിൽ ചേരാനായിട്ട് സാധിക്കുക. എല്ലാ കർമ്മങ്ങളും നമ്മളെ തന്നെ ഈശ്വരനെ ആശ്രയിക്കും തോറും കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ നമ്മളെ സ്വയം വിട്ടുപോകും. കെട്ട് അഴിക്കാൻ അറിയാത്ത ഒരാൾ കെട്ടഴിക്കാൻ നോക്കിയാൽ കൂടുതൽ കടുങ്കെട്ട് വീണ് ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത ഉണവും. അതേസമയം ആ കെട്ടിയ ആളെ തന്നെ ആശ്രയിച്ചാൽ ആ കെട്ടിയ ആൾ ആ കെട്ടിയ ആൾക്കറിയാം അത് തന്ത്രം പോലെ അഴിക്കാൻ. അപ്പോൾ ആ കെട്ടുകളൊക്കെ നമ്മളെ പറ്റിയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ബന്ധമോക്ഷം വരുത്തേണമെന്നീശ്വര എന്ന് പ്രാർത്ഥിച്ചാൽ ആരാണോ ബന്ധിപ്പിച്ചത് ആ ബന്ധിപ്പിച്ച ആളാ കെട്ടഴിച്ചോളും. നമ്മൾ ആ കെട്ടഴിക്കാനൊന്നും നിൽക്കണ്ട, എല്ലാ കെട്ടുകളും വിട്ടുപോകും. അങ്ങനെ ആ ഭഗവാനിൽ ചെന്ന് ജയിക്കാൻ ഇടവരും എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു ആരാണോ ഈ സ്തുതി നിത്യവും ചെല്ലുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് മോക്ഷം ലഭിക്കുന്നുള്ളതിൽ സംശയമില്ല എന്ന് പറഞ്ഞ് ആ ഭാഗം പ്രകരണം അവിടെ അവസാനിപ്പിച്ചു. ഇനി അടുത്ത ഭാഗം ഇത്ഥാമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. എന്നെ കനിവോടു കണ്ടതിൻ്റെ ഫലമിന്നു തന്നെ വരുത്തേണമതിന്നു നീ ലങ്കാധിപനിവനെന്നഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക. സാഗരാവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മക്കതയും ജഗത്തിങ്കലുള്ളന്നിവൻ വാഴ്കലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകം അൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനൻ വൻപരം വാനരാധീശന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാൻ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും അതിവേറിട്ടു ചെയ്തിടിനാദരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതാങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനൻ. ഗന്ധർവകിന്നരാകിം പുരുഷന്മാരും അന്തർമുദാസിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു. വേരീനിനാദം മുഴക്കിനാനേവരും പുണ്യാജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ.
പാരേഴു രണ്ടിനും നാഥനായി വാഴും ഈ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവും ആവാളവാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റാമനുഗ്രഹം. സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായന കാര്യാമവീടേക്കു ബന്ധുശത്രുക്കളെന്നതുമില്ല കേൾ. ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു. ഗൂഢത്രിഗുണഭാവേന മായാബലാൽ തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് അദ്വയാഭാവേന സേവിച്ചു കൊള്ളുക. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനൂജനും തെളിഞ്ഞിടിനാൻ. അപ്പോൾ പറയാണ് അദ്ദേഹത്തിന് നമ്മളൊക്കെ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ രക്ഷിക്കാൻ നമ്മളാരാ, രക്ഷിക്കണം, ഇനി രാവണവധത്തിന് സഹായം ചെയ്യണം എന്നൊക്കെ സുഗ്രീവൻ പറയുമ്പോൾ ചോദിക്കുക, ആരാണ് ഈ ജഗന്മയനായിട്ടുള്ള സർവ്വതിനും ആധാരഭൂതനായിട്ടുള്ള ഭഗവാനേക്ക് നമ്മുടെ സഹായം വേണോ? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ നിർത്തിയേക്കാണ് ഭഗവാന് സേവ ചെയ്യാൻ. ഇപ്പം ഇവിടെ ഈ സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ ചൈതന്യം ഇവിടെ മുല്ലോറിൽ തേവരായിട്ട് അവിടെ പ്രകാശിച്ച് കാണണു അല്ലേ. അപ്പോൾ ആ തേവരെ പൂജിക്കാൻ ഒരാളെ ഏൽപ്പിച്ചേക്കണു, അമ്പലത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചേക്കണു, ആ ഭഗവാന് സ്തുതി പാടാൻ ഒരാളെ ഏൽപ്പിച്ചേക്കണു. അങ്ങനെ ഓരോരോ സേവകളെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും ഭഗവാൻ ആവശ്യം ഉണ്ടായിട്ടല്ല, നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. നമ്മളുടെ ആ കർമ്മപ്രാരാബ്ധങ്ങളെ നീക്കിയിട്ട് നമുക്ക് ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരു ജോലി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള ആ കൃപ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് വേണ്ടതുപോലെ ഓരോരുത്തരും എവിടെയാണോ ഇരുത്തിയേക്കണത്, ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്ന ആ മേൽശാന്തിയേക്കാൾ കൂടുതൽ അറിയണത് ഒരു പക്ഷേ ശിവൻ ചേട്ടനാവും. ആ ശിവൻ ചേട്ടനെ അവിടെ കയറി പൂജിക്കാനുള്ള അധികാരമില്ല. കാരണം എന്താ, ഭഗവാൻ ഇരുത്തിയേക്കണിടത്താണ് അദ്ദേഹം ഇരിക്കണേ. അവിടെ പൂജിക്കാനായിട്ട് ഇരുത്തിയേക്കണ ആരെയാണ്? മേൽശാന്തി തിരുമേനിയാണ്. അപ്പോൾ അദ്ദേഹം അത് അവിടെ അദ്ദേഹത്തിൻ്റെ സേവ ഈശ്വര സേവയായിട്ട് ഭഗവാനിതാ ഞാനിത് ചെയ്യാൻ സാധിക്കണമല്ലോ എന്നുള്ള പരമമായിട്ടുള്ള ആ പൂർവ്വജന്മ സുഹൃതത്തിൻ്റെ ആ ഒരു മഹത്വം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം കൊണ്ടല്ല ചെയ്യണത്. അതവിടെ ചെയ്യുമ്പോൾ ആർദ്രമായ മനസ്സോട് കൂടിയിട്ട് ആ പൂജാദികളൊക്കെ ചെയ്യണം. അതേസമയം ഒരാളോടും ഞാൻ കണ്ടിട്ടില്ല എന്നൊരാളോട് ഇവിടെ വർത്തമാനം പറഞ്ഞിട്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ വന്നിരിക്കണവർ വരണവരോടും പോണവരോടൊക്കെ വിശേഷം ചോദിച്ച് അല്ലേ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിരിക്കും. ഞാൻ കേട്ടിട്ടില്ല ഈ ശിവൻ ചേട്ടൻ ഒരാളോട് ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ എന്തെങ്കിലും ഉത്തരം പറയുകയാണെങ്കിൽ തന്നെ ചെവി ഓർക്കണം, അങ്ങനെയാണ് നിൽക്കണത്. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ അവനവനങ്ങനെ അനുഷ്ഠിച്ച് അതുപോലെ അത് ഓരോരുത്തരും ഈശ്വരനെ ഏൽപ്പിച്ചേക്കണതിന് അത് അങ്ങനെ കൊണ്ട് നടക്കണോ. അതുകൊണ്ട് ഒരു പരാതി പറയണതോ അല്ലെങ്കിൽ അതുകൊണ്ടൊരു ഇച്ഛ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ഒരേ ഭാവത്തോട് കൂടിയിട്ട് അദ്ദേഹം ഇരിക്കണം അവിടെ കാണണം. എന്ത് പറഞ്ഞാലും എന്ത് തിരക്കുള്ള ദിവസമായാലും തിരക്കില്ലാത്ത ദിവസമാണെങ്കിലും അതേ ഭാവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈശ്വരൻ ഓരോരുത്തരെ ഇരുത്തിയേക്കുകയാണ്. അത് ഈശ്വരൻ എനിക്ക് തന്ന ഭാഗ്യമാണ്, എനിക്ക് തന്ന സുഹൃതാണ് എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ വന്നിരുന്ന നാമം ഇതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ നാമജപം ഓരോന്നും ഭഗവാന്റെ കഥകൾ വായിക്കുക എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള കർമ്മപ്രാരബ്ധങ്ങൾ തീരും, അതൊരു വക. അതാണ് ഇപ്പോൾ ഞാൻ പറയില്ലേ, ഒരു ജോലി ചെയ്താൽ ശമ്പളം തരിക എന്ന് പറയില്ലേ, അതുപോലെ അത് തീർന്നു പോകണ്ടെന്നുള്ളത് ശരി. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കാനും കൂടിയാണ്. അത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു ഭാഗമാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എത്ര പൂർവ്വജന്മ സുഹൃത്താണ്. അത് ഈശ്വരന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവയാണത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഒപ്പം ഇരുന്ന് നാമം ചെല്ലുന്നതായിട്ട് സങ്കല്പിച്ച ആ അമ്മയ്ക്ക് ഇവിടെ ഉണ്ടായ ആ ചൊരിയുന്ന മഴയുടെ തണുപ്പ് അനുഭവിക്കാൻ അബുദാബിയിലിരുന്ന് പറ്റിയെന്ന്. അപ്പോൾ അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്.
അത് നമുക്ക് കാരണം എന്താ, അത് അവരെ അനുഭവിപ്പിച്ചത് അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല. അവരത് പറഞ്ഞപ്പോൾ നമുക്കാണ് ഇവിടെ അത്ഭുതമായത്. നമുക്കപ്പോൾ അവിടെ ഇരുന്ന് അവർക്കത് അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഈശ്വരനെ നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ല വെച്ചാൽ നമ്മൾ ഇനിയും മനസ്സ് പരിശുദ്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈശ്വര സേവയായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പറയണു, എന്ത് കാര്യം ഇപ്പം നമ്മൾ ഈ ചെയ്യണതൊക്കെ ഇതാ ഒരു ദിവസം ഞാനിവിടെ വന്നില്ലെങ്കിൽ കാണാം ആ തേവർക്ക് വെളിച്ചം ഉണ്ടാവില്ല എന്ന് അങ്ങനെയുള്ള ഭാവത്തോടെ മേൽശാന്തി വിചാരിച്ചാലോ അവിടെ വിളക്ക് തെളിയാനായിട്ട് നിയോഗമുണ്ടോ അതിന് ഇപ്പം അദ്ദേഹം അല്ലെങ്കിൽ വേറൊരാൾ വന്ന് തെളിയിക്കും. ചില ഗൃഹങ്ങളിലൊക്കെ ഗൃഹനാഥന്മാർ എൻ്റെ കാലം കഴിഞ്ഞാൽ കാണാമെന്ന് പറയണു. അദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോഴാവും ആ ഗൃഹം പണ്ടത്തേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് നടക്കുന്നുണ്ടാവുക. മഹാത്മാക്കളൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പണ്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, പണ്ടുള്ള കാരണന്മാർക്ക് തലയിൽ വല്ലാണ്ട് അഹങ്കാരം പിടിക്കും ഇത്രേ. അതായത് ഞാൻ കാരനാണ്, ഞാൻ കുടുംബനാഥൻ എന്നുള്ളത് അങ്ങനെ അഹങ്കാരം പിടിക്കുന്ന സമയത്ത് അവർക്ക് അപ്പോൾ ആരുടെങ്കിലൊക്കെ ആ ഭഗവാന്റെ ഒരു ഇച്ഛയാണ്. ആ അഹങ്കാരത്തിൻ്റെ സമയത്ത് ഭഗവാന്റെ ഒരു കാരുണ്യം, ഒരു ഇച്ഛ. കാരണം തറവാടുകളെന്ന് വെച്ചാൽ സുഹൃതങ്ങൾ നേടിയ ധാരാളം ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ നമ്മുടെ സുഹൃതം കൊണ്ടാവില്ല, അവരുടെയൊക്കെ ഒരു അനുഗ്രഹം എപ്പോഴെങ്കിലും വന്നിട്ട് ഇദ്ദേഹത്തിന് നാട് വിട്ട് പോകാൻ തോന്നും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കുറച്ച് കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ എങ്ങനെയാണ് പോകുമ്പോൾ എന്താ വിചാരം എന്നറിയോ, ഞാൻ പോയാലേ ഇവരൊരു പാഠം പഠിക്കുള്ളൂ, ഇവരൊരു പാഠം പഠിക്കട്ടെ, ഇവരെങ്ങനെയാണ് ജീവിക്കണേന്ന് നോക്കട്ടെ ചേട്ടനെ പോവുക. കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോണ്ടല്ലോ അദ്ദേഹം അവിടെ ഇല്ലാത്തേക്കാളും പൂർവാധികം ഭംഗിയായിട്ട് ഇത് നടക്കണു. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോകാൻ തോന്നും. പിന്നെ കുറേ കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഞാനില്ലെങ്കിലും ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എനിക്ക് ഇത് ഞാൻ ഉള്ളതുകൊണ്ട് നടക്കണതല്ല, ഇത് എങ്ങനെയാണോ നടക്കണ്ടേ അത് ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് നടക്കേണ്ടതുപോലെ നടക്കും. അപ്പം നമ്മുടെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പം നമുക്ക് എന്താ വേണ്ടത്, നമ്മളുടെ ഈ അഹങ്കാരമൊക്കെ തീരും. അപ്പം എന്ത് ഈശ്വരനെ ഉപാസിക്കാനൊക്കെ തോന്നും. അങ്ങനെയാണ് അത്ര പണ്ടുള്ളവരൊക്കെ അധികം സന്യസിക്കാനും ഇതിനൊക്കെ പോവുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് അഹങ്കാരം ഉണ്ടാകുമ്പോൾ അഹങ്കാരത്തിൽ നിന്ന് തന്നെ ഭഗവാൻ അതിൽ നിന്ന് തന്നെ അവർക്ക് അഹങ്കാരത്തിനെ കാരുണ്യാക്കി മാറ്റും. അങ്ങനെയാണ് അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തോന്നുകയാണ് നാട് വിട്ട് പോകാമെന്ന്. അപ്പം ഞാനില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുള്ളതൊക്കെ മനസ്സിലാവും. അങ്ങനെയാണ്. അപ്പം നമ്മളിവിടെ ഇല്ല, ഞാനില്ലെങ്കിൽ വേറൊരാൾ വെച്ചാൽ കാണാം എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മളെക്കാളും ഭംഗിയായിട്ട് അവർ നടത്തുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വെച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് വെച്ച പോലെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പറയണം, ഈശ്വരന് ആരും ആശ്രയമില്ല, അദ്ദേഹം ഏകാത്മകനാണ്, ആരും ആശ്രയമില്ല. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഓരോ രജസ് തമസ് സത്വഗുണങ്ങളുണ്ടല്ലോ അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന തോന്നലുകളാണ് ഓരോന്ന്. നമ്മൾ അങ്ങനെ അത് നമ്മുടെ മൂഢത കൊണ്ട് തോന്നണതാണ്. അപ്പം അതുകൊണ്ട് വേറെ ഒന്നുമില്ല. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ സേവകന്മാരാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, ഇതൊക്കെ അദ്ദേഹം നമുക്ക് തന്ന അനുഗ്രഹമാണ്. അദ്ദേഹത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധം തീർക്കാനാണെന്ന് അറിഞ്ഞുകൊണ്ട് കൈക്കൊള്ളുക വേണ്ടൂ എന്ന് വിഭീഷണൻ പറയണ കേട്ടപ്പോൾ സുഗ്രീവൻ ദാ സന്തോഷത്തോടു കൂടിയിട്ടിരിക്കണം. ഇനി ശുഗബന്ധനം. അപ്പോൾ ശുഗബന്ധനം തൊട്ടുള്ള ഭാഗങ്ങൾ നാളെ പാരായണം ചെയ്യാം. ഇത്തിരി പതുക്കിയാൽ പോണേന്ന് വിചാരിച്ചാലും സാരമില്ല. ശനിയാഴ്ച നമുക്ക് ഇവിടെ തിരുവോണൂട്ടാണ്. അന്ന് കുറച്ച് നേരം നമ്മൾ എല്ലാ ദിവസവും ഇപ്പം ഇന്ന് എല്ലാവരും ഉണ്ട്, അത് കാരണം സുഖമായിട്ട് പറയാം. അന്ന് രാവിലെ 8:30 തന്നെ, സാധാരണ നമ്മൾ 9:30 തുടങ്ങാറ്, 8:30 തന്നെ 8:30-9 മണിയാകുമ്പോഴേക്കും എല്ലാവരും എത്തിക്കോളൂ. രാവിലത്തെ ആ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരിക, വന്നിട്ട് ഇവിടെ ഇരിക്കുക. അല്ലാണ്ട് വിശന്നിട്ട് ആരും ഇവിടെ വന്ന് ഇരിക്കരുത്, പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ട് വന്നോളൂ അന്ന്. അങ്ങനെ വന്നിരുന്നിട്ട് യജ്ഞഭുക്ക്, നേരത്തെ പറഞ്ഞില്ലേ യജ്ഞഭുക്കാണ് ഉള്ളിലിരിക്കുന്ന ഭഗവാൻ, യജ്ഞഭുക്കാണ്. അപ്പോൾ ആ യജ്ഞഭുക്കിന് പ്രസാദം നൈവേദ്യം കൊടുത്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് കുറച്ച് നാരായണീയം വായിക്കാം, പിന്നെ രാമായണം കുറച്ച് വായിക്കാം. അതിന് എല്ലാ ദിവസത്തേക്കാളും കുറച്ച് കൂടുതലൊക്കെ വായിച്ച് കഥയൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഉച്ചയാവും. പിന്നെയും നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു സമർപ്പണം വേണമെന്നൊരാഗ്രഹമുണ്ട്. വൈകുന്നേരം വരെ ഹരേ രാമനാമം നമ്മൾ കുറേ ദിവസമായി ജപിച്ചിട്ട്, അപ്പോൾ ആ തിരുവോണമാണ് അന്നത്തെ ദിവസം ദീപാരാധനയൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ഊണ് ഇവിടുന്ന് ഭഗവാൻ തന്നു. അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ വൈകുന്നേരം വരെ ഇരുന്നിട്ട് നമുക്ക് നിങ്ങളൊക്കെ ഉണ്ടാവണം
ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിവിടെ നാമം ജപിക്കാം. ആർക്കൊക്കെയാണ് നാമം ജപിക്കാൻ, കാരണം ഒരു ദിവസം നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട്, ഒരു ദിവസമല്ലേ, എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം അങ്ങനെ മാറ്റി വയ്ക്കുക. ഒരു ദിവസം സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് നടക്കുമെന്ന് തോന്നില്ല. കാരണം ദിവസം പാരായണം ചെയ്യണ ദിവസമൊക്കെ 2, 3, 2 പേരൊക്കെ ചില ദിവസങ്ങളിൽ ഉണ്ടാവണേ. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ ശനിയാഴ്ച ഒരു ദിവസം എല്ലാവരും വരണം. എന്ത് പ്രാരാബ്ധം മാറ്റി വെച്ചിട്ടായാലും. ഇപ്പോൾ രാവിലെ അത്ര നേരത്തെ വരാൻ പറ്റണില്ല, എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റണില്ല എന്ന് വെച്ചാൽ ശരി, ഒരു 12 മണിയോട് കൂടി വന്ന് അങ്ങനെ വരണവർ അങ്ങനെ വന്നോട്ടെ, വിരോധമല്ലേ. 12 മണിക്ക് വരിക, ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് നാമം ജപിക്കാൻ കൂടുക. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവർ നാമം ജപിക്കാനുണ്ടാവുക. കാലത്തോട്ട് വൈകുന്നേരം വരെ ഇരിക്കാൻ സാധിക്കുക വെച്ചാൽ, അത്രയും ഭഗവാന് സേവ ചെയ്യാൻ സാധിക്കുക വെച്ചാൽ, അത് നമ്മളുടെ കർമ്മപ്രാരാബ്ധങ്ങളെ ഇല്ലാണ്ടാക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലത്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരും മനസ്സിലും തോന്നിയ എന്തെല്ലാം ചിന്തകളോ എന്തായിക്കോട്ടെ, നമ്മളിപ്പോൾ ചിന്തിച്ചതാവാം, അതുപോലെ നമ്മളുടെ കണ്ണുകളെ കൊണ്ടോ എല്ലാം എന്തെല്ലാം കർമ്മവാക്കായജം വാ എന്ന് പറയണില്ലേ, കരചരണ കൃതം വാ കർമ്മവാക്കായജം വാ വിഹിതം അവിഹിതം എല്ലാം എന്തൊക്കെ നമുക്ക് ഉണ്ടോ അതൊക്കെ അതാ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ധാരാളം നാമം ജപിക്കാനും സത്സംഗത്തിലിരിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് അതിനെ അനുകൂലമാക്കി തരണേന്ന്. മനസ്സാണ് നമ്മുടെ ശത്രുവേ, വേണ്ട അവിടെ പോകണ്ട, കാലത്തോട്ട് വൈകുന്നേരം വരെ മനുഷ്യന് വയ്യാണ്ടാവും. ഇങ്ങനെ ഇപ്പോഴേ തന്നെ മനസ്സ് നമ്മളോട് പറയണ്ടാവും. അവരാരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അങ്ങനെ പറ്റുമോ, ഇത് പറ്റും, ഇത് വേണ്ടാന്ന് വയ്ക്കാനുള്ള കുറേ കാര്യങ്ങൾ മനസ്സിപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച മുഴുവനോ വെറുതെ വേണ്ടാട്ടാ എന്നിപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അതിന് 100 കാര്യങ്ങൾ ഇങ്ങനെ മനസ്സ് നിരത്തി വെച്ച് പറയും. അപ്പോൾ മനസ്സിനോട് പറയാം, പോയി പണി വെക്കാൻ പറയാം. എന്നിട്ട് പറയാം, ഇത് എൻ്റെ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം നമ്മൾ ഓരോ വഴിപാടുകളൊക്കെ ചെയ്യില്ലേ, പായസം നേദിക്കാം, അതുപോലെ തുലാഭാരം ചെയ്യുക, അങ്ങനെ ഓരോ വഴിപാടൊക്കെ ചെയ്യണ്ടല്ലോ. ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടാവുക ഇത്. കാരണം മറ്റതൊക്കെ പായസം നേദിക്കാൻ വെച്ചാൽ പായസം വയ്ക്കണതും നേദിക്കണതും എല്ലാ കാര്യം ചെയ്യേണ്ടതൊക്കെ ആ മേൽശാന്തിയാണ്, നമുക്ക് ആ കുടിക്കേണ്ട കാര്യമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ പായസം കുടിക്കാൻ കിട്ടുമല്ലോ, ഒന്നും കൂടി ഉണ്ടാവും. ഇതെന്ന് പറയണു നമ്മൾ തന്നെ വന്ന് നമ്മൾ തന്നെ ഇരുന്ന് നമ്മൾ നാമം ചൊല്ലുക. അപ്പോൾ ഇതിലും വലിയൊരു വഴിപാടും സമർപ്പണം വേറെ ഏതാണുള്ളത്? അപ്പോൾ എൻ്റെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഭഗവാൻ ചോദിക്കുക എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ചോദിക്കണം. ഇവിടെ ഭഗവാൻ നേരിട്ട് പറയണു, നിങ്ങൾ ചെയ്യണേക്കാളും മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് മനസ്സിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം എൻ്റെ മുമ്പിൽ വന്നിരുന്നോളൂ, അതൊക്കെ ഞാൻ അനുഗ്രഹിച്ച് നൽകാമെന്ന് മുല്ലോർലി തേവരുതാ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ തന്നെ വരം അനുഗ്രഹിച്ച് തന്നു. എന്നാലെങ്കിലും നാമം ജപിക്കാനായിട്ട് വരട്ടെ. അത് കാരുണ്യാണ്. കാരണം നമ്മുടെ നാമജപം കൊണ്ട് മാത്രമേ നമ്മുടെ കർമ്മപ്രാരാബ്ധം തീരുള്ളൂ. അപ്പം നമ്മളോട് തോന്നണ ഭഗവാന്റെ കാരുണ്യാണ്. അപ്പോൾ ശനിയാഴ്ച തീർച്ചയായിട്ടും വരണം. ശനിയാഴ്ച ഇവിടെ രാവിലെ 8:30 മുതൽ വൈകുന്നേരം ദീപാരാധന വരെ സത്സംഗമാണ്. രാവിലെ നാരായണീയം, രാമായണം, ഉച്ചയ്ക്ക് ശേഷം ഹരേരാമ നാമജപം. എല്ലാവരും പങ്കെടുക്കണം, വരാതിരിക്കരുതെന്ന്. ഭഗവാന്റെ പാദത്തിൽ തൊട്ട് ഭഗവാന്റെ ആ നിയോഗം കൊണ്ട് ഇപ്പോൾ പറയില്ലേ, ശ്രീരാമസ്വാമി എന്താ പറയണേ, സുഗ്രീവ വിഭീഷണ വരൂ എന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമിക്ക് വിളിക്കാമില്ലേ. ആ സുഗ്രീവനോടുള്ള കാരുണ്യം കൊണ്ട് അത് സേവ സുഗ്രീവന് വെച്ചു കൊടുക്കുക. സുഗ്രീവ വിഭീഷണനെ വിളിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവിടെ നിൽക്കണം വിഭീഷണനും കേൾക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രപ്രഭു വിളിച്ചതല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം, അങ്ങനെയല്ല. അപ്പോൾ സുഗ്രീവൻ വിളിക്കും, വരൂ വിഭീഷണ വരൂ എന്ന് പറയുമ്പോഴാണ് വരുന്നത്. അതുപോലെ ഭഗവാൻ ഇത് ഇപ്പോൾ എന്നോട് പറയണത് ഇവരെയൊക്കെ വിളിക്കണം കേട്ടോ എന്ന് ഭഗവാൻ പറഞ്ഞതാണ് മുല്ലോർലി തേവർ. ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളുടെ ഇച്ഛ പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ. മുല്ലോർലി തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം.
നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകി ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. കൈതൊഴാം പരമേശാനി രസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. പ്രതാപീഠം നടവരവപു കർണയോ കർണികാരം. ബിഭ്രദ്വാസ കനകകവിശം വൈജയന്തീം ച മാലാം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം. കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ.
കൊണ്ട് പിടിക്കും. അവിടെ ഇവിടെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.